എൻ്റെ പേര് ജോബിൻ വർഗീസ്. ഞാൻ വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചെങ്ങോം എന്ന ഇടവകയിൽ നിന്നാണ്. ഇതെൻ്റെ വൈഫ് അഞ്ജു. ഞങ്ങൾക്ക് മാതാവും ഈശോയും തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ വൈഫ് UK പോകാൻ നോക്കിയിരുന്നത്, നേഴ്സാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം മാർച്ച് മാസം വൈഫിന് ഒരു OET എക്സാം ഉണ്ടായിരുന്നു. ആ OET എക്സാമിന് വൈഫ് ഉടമ്പടിയൊന്നും ആ സമയത്ത് എടുത്തിട്ടില്ലായിരുന്നു. ഞങ്ങൾ അല്ലാതെ തന്നെ ഡയറക്റ്റായിട്ട് പോയി എക്സാം എഴുതി. ആ എക്സാമിൽ ആദ്യം തന്നെ ഞങ്ങൾക്ക് ഫെയിലാണ് ഉണ്ടായത്, 1 മാർക്കിന് പോയി. അതിനുശേഷം ഞങ്ങളുടെ ഉള്ളിൽ നിന്ന്, ഞങ്ങളോട് ആരും പറഞ്ഞില്ല, ഞങ്ങൾ യൂട്യൂബിൽ വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കൃപാസനം എന്ന് ഇങ്ങനെ എഴുതി കാണിച്ചു. അപ്പം വൈഫിൻ്റെ ഒരു ഫ്രണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞായിരുന്നു, ഇങ്ങനെ കൃപാസനം എന്ന് പറയുന്ന ഒരു ധ്യാനകേന്ദ്രമുണ്ട്, നിങ്ങൾ എന്തായാലും OET എക്സാം എഴുതുന്നതിന് മുമ്പ് അവിടം വരെ ഒന്ന് പോകണമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. അപ്പം വൈഫ് എന്നോട് പറഞ്ഞു, നമുക്ക് ഈ പ്രാവശ്യം എന്തായാലും നമുക്ക് 2ാമത്തെ എക്സാമിന് മുമ്പ് എന്തായാലും നമുക്ക് കൃപാസനത്തിൽ പോകണം, നമുക്ക് എന്തായാലും പോകണം, നമുക്ക് അറിയത്തില്ല കാര്യങ്ങൾ, നമുക്ക് അവിടെ ചെന്നിട്ട് എല്ലാം ചോദിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ 2 പേരും ആദ്യമായി ഇവിടെ വന്നു. ഉടമ്പടി വൈഫാണ് ആദ്യം ഉടമ്പടി എടുത്തത്. ഏപ്രിൽ മാസമാണ് ഉടമ്പടി എടുത്തത്. പിന്നെ ഏപ്രിൽ മാസം അവസാനം അച്ഛനെ ഇവിടെ വന്ന് ഞങ്ങൾ കണ്ടു. അതിനുശേഷം ഞങ്ങൾ ഡേറ്റ് എടുത്തു. ആ ഡേറ്റ് എടുത്ത് വൈഫ് എക്സാം എഴുതി. വൈഫിന് UK സ്കോർ ലഭിച്ചു. അതിനുശേഷം എനിക്ക് കൂടുതൽ വിശ്വാസമായി. എനിക്കത്ര വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. വൈഫിൻ്റെ കൂടുതൽ ഇങ്ങനെ പോരും എന്നല്ലാണ്ട് കൂടുതൽ വിശ്വാസമൊന്നുമില്ലായിരുന്നു. വൈഫ് പള്ളിയിൽ പോവും, ഞാനും കൂടുതൽ പോവും, അങ്ങനെയൊക്കെയായിരുന്നു. അതിനുശേഷം വൈഫ് എന്നെ ഓരോ കാര്യങ്ങളും നിർബന്ധിച്ചു. അന്നേരം എനിക്ക് കൂടുതൽ വിശ്വാസം വന്നു. ഓരോരോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് ഓരോരോ കാര്യങ്ങൾ തിരിച്ചറിയുന്നത്. അപ്പം വൈഫ് എന്നെ നിർബന്ധിച്ചു. അന്നേരം ഞാൻ പിന്നെ ഒരു ദിവസം തന്നെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ആകെ മാറ്റങ്ങളാണ് ഉണ്ടായത്. വൈഫിന് ഞങ്ങൾക്ക് CBT എക്സാം ഉണ്ടായിരുന്നു, മെഡിക്കൽ ഉണ്ടായിരുന്നു. അത് രണ്ടും ഒരേ സമയത്ത് ഞങ്ങൾക്ക് സെപ്റ്റംബർ 16-നും 17-നും അടുപ്പിച്ച് 2 ഡേറ്റിൽ അടുപ്പിച്ച് കിട്ടി. പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് COS വരാനും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. COS സാധാരണ 2 ആഴ്ച കഴിയുമ്പോൾ വരുന്നതാണ്. പക്ഷേ ഞങ്ങൾ 2 ആഴ്ച വെയിറ്റ് ചെയ്തിരുന്നു, എന്നിട്ട് COS വരുന്നില്ല. എല്ലാവരും പറഞ്ഞു 2 ആഴ്ച കഴിയുമ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ അപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വൈഫിനോട് പറഞ്ഞു, നമ്മൾ 2 പേരും ഉടമ്പടി എടുത്തതല്ലേ, എന്തുകൊണ്ടാണ് വരാത്തതെന്നുള്ള രീതിയിൽ ഞങ്ങൾ സംസാരിച്ചു. എന്നിട്ട് ഞങ്ങൾ 2 പേരും അന്ന് വൈകുന്നേരം തന്നെ 4 മണിയായപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, നമുക്ക് 2 പേർക്കും പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് നിന്നിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരും കൈവിരിച്ച് നിന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ ഞങ്ങൾക്ക് COS മെയിലായിട്ട് വന്നു. അതിനുശേഷം പിന്നെ വലിയൊരു അനുഭവം എന്ന് പറയുന്നത്, എൻ്റെ വൈഫ് 2 പ്രാവശ്യം ഇൻ്റർവ്യൂ നോക്കി, 2 പ്രാവശ്യം കിട്ടിയില്ല. 2 പ്രാവശ്യം നല്ല സ്ഥലത്തേക്കാണ് കിട്ടിയത്, പക്ഷേ 2 പ്രാവശ്യം കിട്ടിയില്ല. ഞങ്ങൾക്ക് ഭയങ്കര നിരാശയായി പോയി. 3ാമത്തെ പ്രാവശ്യം ഞാൻ ഇവളോട് പറഞ്ഞു, നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല, കാരണം കൃപാസന മാതാവ് നമ്മുടെ കൂട്ടത്തിലുണ്ട്, അതുകൊണ്ട് നമുക്കിനി നിരാശപ്പെടേണ്ട കാര്യമില്ല, അമ്മ മാതാവ് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും അത് മാറ്റി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ അവളെ സാന്ത്വനപ്പെടുത്തി. അതിനുശേഷം ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ വന്നു. ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് വലിയൊരു സംഭവം നടന്നു. ഞങ്ങൾ ഇൻ്റർവ്യൂ കൂടിക്കൊണ്ടിരുന്ന അതേ സമയത്ത് ഞങ്ങളുടെ ആ ഭാഗത്ത് ഫുള്ള് നല്ല പോലെ മഴയുണ്ടായിരുന്നു. ആ മഴയത്തെ സമയത്ത് ഞങ്ങൾ റൂമിലായിരുന്നു ഇൻ്റർവ്യൂ. അപ്പം ബാക്ക്ഗ്രൗണ്ടൊക്കെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ റൂമിലായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് കറണ്ട് പോയി. ആ ഇൻ്റർവ്യൂവർ വന്ന സമയത്ത് തന്നെ കറണ്ട് പെട്ടെന്ന് അങ്ങ് പോയി. അന്നേരത്തേക്ക് ഞങ്ങൾക്ക് ആകെ വിഷമമായിപ്പോയി. അപ്പം വൈഫ് പറഞ്ഞു, ഇനി എന്ത് ചെയ്യും, നമ്മുടെ ബേക്ക് ഫുള്ള് ബ്ലാക്ക് ആണല്ലോ എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു, നമുക്ക് പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉടനെ തന്നെ അമ്മ മാതാവിൻ്റെ കാശ് രൂപം എടുത്ത് വൈഫിൻ്റെ കയ്യിൽ കൊടുത്തു. അതിനുശേഷം ഞാൻ പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് മുട്ടയെ കുത്തിയെന്ന് കൈവിരിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഇൻ്റർവ്യൂവർ വരികയും കറക്റ്റ് കറണ്ട് വരികയും ചെയ്തു. ആ സമയം തൊട്ട് 20 മിനിറ്റ് കറക്റ്റ് ഇൻ്റർവ്യൂ തീരുന്ന ആ ടൈം കറക്റ്റ് കറണ്ട് ആ സമയത്ത് പോവുകയും ചെയ്തു. അത് ഞങ്ങൾക്ക് വലിയൊരു വിശ്വാസമായിരുന്നു. പിന്നെ എൻ്റെ വൈഫിൻ്റെ
26 വർഷമായിട്ടുള്ള ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ്, UK പോകുമ്പം ബർത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പഞ്ചായത്തിൽ പോയി ഒരുപാട് 26 കൊല്ലമായിട്ട് വൈഫിൻ്റെ ഫാദറും പഞ്ചായത്തിൽ കയറി ഇറങ്ങി നടക്കി. ഒരു കാരണവശാലും അവരത് തരില്ല. പല കാര്യങ്ങളും പറഞ്ഞ് അവരത് ഉഴപ്പി ലാസ്റ്റ് ഇവർ തന്നെ അത് ഒഴിവാക്കി. ഞങ്ങൾ പഞ്ചായത്ത് ഓഫീസിൽ ചെന്നു. മാഡം ഞങ്ങളോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. നിങ്ങൾ 26 വർഷമായിട്ട് എവിടെയായിരുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് ദേഷ്യപ്പെട്ടു ഞങ്ങളോട്. അതിനുശേഷം ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങൾ പഞ്ചായത്ത് ഓഫീസിൽ കയറുന്നതിന് മുമ്പ് വെഞ്ചിരിച്ച് ഉപ്പ് ഞങ്ങൾ ആരും ചവിട്ടാത്ത സ്ഥലത്ത് മാറി നിന്നിട്ട് ഞാനും വൈഫും കൂടെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിയുടെ അടുത്തേക്ക് ചെന്നു. ആള് ഭയങ്കര കൂളായിരുന്നു. ഞങ്ങൾ രണ്ടാമത് ചെന്നപ്പം ഞങ്ങളോട് നല്ല കൂളായിട്ട് സംസാരിച്ചു. വിത്തിൻ 2 ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് 26 കൊല്ലമായി കിട്ടാത്ത ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുകയും അമ്മ മാതാവിനും ഈശോയ്ക്കും ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. അമ്മയ്ക്ക് ഈശോയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ. മരിയനുടെ ഉടമ്പടി പ്രാർത്ഥന പരിശുദ്ധ അമ്മയെ വഴിയായി ഈ നൽകപ്പെടുമ്പോൾ അമ്മ പ്രത്യേകമായും ആഗ്രഹിക്കുന്നത് ഈശോയുടെ വചനം അനുസരിച്ച് ജീവിക്കുക എന്നതാണ്. ആ വചനം അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുമ്പോൾ അവിടെ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപ കടന്നു വരും. ഒരിക്കലും നടക്കില്ല അല്ലെങ്കിൽ പരാജയമാകുന്ന വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ ഇറങ്ങി വരുന്നത് വളരെ വ്യക്തമായിട്ട് അനുഭവിക്കാൻ സാധിക്കും. ഇവർ രണ്ടുപേരും ഉടമ്പടി എടുത്തിരുന്നു. ഉടമ്പടിയിലൂടെ ആ ഒരു ബന്ധം, യേശുവുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചു തുടങ്ങിയപ്പോൾ അതിലൂടെ കൂടുതലായിട്ട് മനസ്സിലായത് ഈശോയുടെ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവുമാണ്. നടക്കില്ലെന്ന് വിചാരിച്ച പല കാര്യങ്ങളിലും, അതുപോലെ പരാജയപ്പെട്ട പല കാര്യങ്ങളിലും ഈശോയും അമ്മയും കൂടെ വന്ന് സഹായിക്കുകയായിരുന്നു. കാരണം ഇവർ ഉടമ്പടി കൃത്യമായിട്ട് പാലിക്കാനുള്ളൊരു മനസ്സും മനോഭാവവും ഉണ്ടായിരുന്നു. ആ ഉടമ്പടിയിൽ അവർ ഉറച്ചു നിന്നു. അതുകൊണ്ടാണ് ഇവർക്ക് ഈ വിഷയങ്ങളിൽ മാതാവിൻ്റെയും ഈശോയുടെയും സാന്നിധ്യം അതിശക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞതും. അതുപോലെ എക്സാമിൻ്റെ കാര്യം, ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളായാലും, SB എക്സാം, അതുപോലെ ഓരോ കാര്യങ്ങളിലും കൃത്യമായിട്ടും പരിശുദ്ധ ഈശോ ഇടപെടുന്ന അനുഭവിക്കാൻ കഴിഞ്ഞത്. അത് ഉടമ്പടി പാലിക്കുമ്പോഴാണത് സംഭവിക്കുക. അത് കൃപ കടന്നു വരുമ്പോഴാണത് സംഭവിക്കുക. ഈ കൃപയുടെ നിറവിലേക്ക് ഇവർ കടന്നു വന്നപ്പോൾ 26 വർഷമായിട്ട് കിട്ടാതിരുന്ന കാര്യങ്ങളിൽ സർട്ടിഫിക്കറ്റ് അത് ലഭിക്കുന്നു. അതിനൊരു ഉപ്പ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കയറുന്നതിന് മുമ്പ് ആരും ചവിട്ടാത്തിടത്ത് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് ഒപ്പിടുന്നുണ്ട്. അവിടെയൊക്കെ കർത്താവിൻ്റെ കൃപയും സാന്നിധ്യവും ശക്തമായിട്ട് അനുഭവിക്കാനായിട്ട് സാധിച്ചു. പുറപ്പാടിൻ്റെ പുസ്തകം 33:14 പറയുന്നത്, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമെന്നാണ്. അപ്പോൾ ഈ ഒരു ഉടമ്പടി ബന്ധത്തിലൂടെ പരിശുദ്ധമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥ സഹായത്താൽ ഈ കുടുംബത്തിന് കൃപ നിറഞ്ഞുകൊണ്ട് ഇവിടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടി. അതിനെയോർത്ത് അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് തൃത്വിക ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം. ഈശോയെ നന്ദി, ഈശ്വരാധന, ഈശോയെ മഹത്വം.